നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് നമ്മൾ സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുക. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ജീവികളെ സൂക്ഷിച്ചു നോക്കേണ്ടത് കൊണ്ട് സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നു എന്ന് ഓർത്താൽ മതി. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ കാണാൻ സാധിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ടൊരു വസ്തുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ മൈക്രോസ്കോപ്പ് വെച്ചാണ് നോക്കുക. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, ബാക്ടീരിയ, പാരാമീസിയം, യുഗ്ലീന, വൈറസ് തുടങ്ങിയവ. ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഏകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് എന്ന് പറയാറുണ്ട്. അപ്പൊ ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണെങ്കിൽ അതിനെ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നു എന്ന് അവിടെ ഓർത്തു വെക്കുക. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, ബാക്ടീരിയ, പാരാമീസിയം, യുഗ്ലീന തുടങ്ങിയവ. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകം. PSC 1 മാർക്ക് ചോദ്യമാണ്. എന്താണ് ചോദിക്കുക? ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം. ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അത് കോശമാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികൾ. ബഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിൽ കൂടുതൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ഏതാന്ന് ചോദിച്ചാൽ അത് ബഹുകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. നമ്മൾ മനുഷ്യർ ഉൾപ്പെടുന്ന ജന്തുക്കളും സസ്യങ്ങളുമൊക്കെ ബഹുകോശ ജീവികളാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങളാണ് പേശീകോശവും നാഡീകോശവും. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളാണ് പേശീകോശം, അതുപോലെ തന്നെ നാഡീകോശം. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണമാണ്. ഓരോ ജീവിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിപ്പമാണ് ഉണ്ടാവുക. ഈ ഒരു വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ വലിയ ജീവികളിൽ കോശങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. ചെറിയ ജീവികളിലാവുമ്പോൾ അത് കോശങ്ങളുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. കോശത്തിന്റെ കേന്ദ്രം എന്ന് നമ്മൾ പറയുന്നത് മർമ്മമാണ്. കോശത്തിന്റെ കേന്ദ്രം മർമ്മം. PSC 1 മാർക്ക് ചോദ്യമായിട്ടൊക്കെ താഴ്ന്ന ലെവൽ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കോശത്തിന്റെ കേന്ദ്രം മർമ്മം. കോശത്തിന്റെ ആവരണത്തിന് നമ്മൾ പറയാ കോശസ്തരം എന്നാണ്. കോശത്തിന്റെ ആവരണത്തിന് നമ്മൾ എന്താ പറയാന്ന് ചോദിച്ചാൽ കോശസ്തരം എന്നാണ് പറയുക. കോശത്തിന്റെ ആവരണം കോശസ്തരം. കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അപ്പം കോശത്തിനകത്ത് എന്ന് പറയുമ്പോൾ അത് കോശത്ത് തുടങ്ങുന്നു. പിന്നെന്താണ്? ദ്രവപദാർത്ഥമായതുകൊണ്ട് കോശദ്രവ്യം എന്നുള്ളതും കൂടെ അവിടെ ദ്രവ്യ എന്നല്ല, അത് ദ്രവ്യം എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ദ്രവ്യം എന്നുള്ളത് തന്നെ വെച്ചിട്ട് ഓർക്കുക. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. ഇനി ജന്തുകോശത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. ജന്തുകോശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാല് മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം എന്നിവയാണ്. ജന്തുകോശത്തിന്റെ ഭാഗങ്ങൾ മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ മർമ്മം, ഹരിതകം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം എന്നിവയാണ്. സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് മർമ്മം, ഹരിതകം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം എന്നിവയാണ്. അപ്പൊ സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ഒന്നുകൂടെ പറയാം. മർമ്മം, ഹരിതകം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം. ജന്തുകോശങ്ങളിൽ കാണാൻ കഴിയാത്ത കോശഭാഗം PSCക്ക് വേണേൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കോശഭിത്തി. ജന്തുക്കൾക്ക് ഭിത്തി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു വെക്കുക. ജന്തുകോശങ്ങളിൽ കാണാൻ കഴിയാത്ത കോശഭാഗമാണ് കോശഭിത്തി. ജന്തുകോശങ്ങളിൽ കാണാൻ കഴിയാത്ത കോശഭാഗമാണ് കോശഭിത്തി. സസ്യങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നതാണ് ഹരിതകം. ഹരിതകം പച്ചനിറം നൽകാനൊക്കെ സഹായിക്കും. അപ്പൊ മനുഷ്യനൊന്നും പച്ചനിറം, അല്ലെങ്കിൽ ജന്തുക്കൾക്കൊന്നും പച്ചനിറം ഇല്ലാത്തത് കൊണ്ട് സസ്യങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നതാണ്
ഹരിതകം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് കോശത്തിന്റെ മർമ്മം. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് കോശമർമ്മം. ഒരു കോശത്തില് ആ കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോശമർമ്മമാണ്. ജന്തുകോശത്തിന്റെ പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ജന്തുകോശത്തിന്റെ പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ വാതകവിനിമയത്തെ നിയന്ത്രിക്കുന്ന പ്രത്യേകതരം കോശമാണ് കാവൽ കോശം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ ഏത് ഊർജമാക്കിയാണ് മാറ്റുന്നത്? രാസോർജമാക്കിയിട്ടാണ് മാറ്റുന്നത്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾക്ക് ഈ സൗരോർജം ലഭിക്കും. അത് പ്രകാശ സംശ്ലേഷണം വഴി രാസോർജമാക്കി മാറ്റിയിട്ടാണ് ഓരോന്നായിട്ട് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പദാർത്ഥത്തിൽ ഏത് ഊർജമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ് എന്ന് തിരിച്ചറിയാം. മിക്സിയും മോട്ടറും പ്രവർത്തിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഊർജം വൈദ്യുതോർജമാണ്. നമുക്കറിയാം വൈദ്യുതി ഉപയോഗിച്ചാണ് നമ്മൾ മിക്സിയും മോട്ടറും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ മിക്സിയും മോട്ടറും പ്രവർത്തിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഊർജം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വൈദ്യുതോർജമാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഏത് ഊർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത്? യാന്ത്രികോർജം. യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഏത് ഊർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത്? യാന്ത്രികോർജമാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഏത് ഊർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് യാന്ത്രികോർജമാണ്. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജമാണ്? രാസോർജമാണ്. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാസോർജമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, LPG, ഡീസൽ, പെട്രോൾ എന്നിവ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, LPG, ഡീസൽ, പെട്രോൾ എന്നിവ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, LPG, ഡീസൽ, പെട്രോൾ. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യൻ. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ സൗരോർജം വൈദ്യുതോർജമായി മാറുകയാണ് ചെയ്യുക. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൗരോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുക. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ഐൻസ്റ്റീൻ ആണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഊർജത്തിന്റെ SI യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ജൂൾ ആണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂള്. മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഊർജം വൈദ്യുതോർജമാണ്. മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഊർജം വൈദ്യുതോർജം. മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഊർജം വൈദ്യുതോർജമാണ്. ഐസ് താപം സ്വീകരിച്ച് ഏതവസ്ഥയിലേക്ക് മാറുന്നു? ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ഐസ് കട്ട എടുക്കുക, അതിന് കുറച്ച് ചൂട് കൊടുക്കുക, ഇത് ഏതവസ്ഥയിലേക്ക് മാറും? ദ്രാവകാവസ്ഥയിലേക്ക് മാറും. താപോർജം സ്വീകരിക്കുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്ന ഒരു പദാർത്ഥമാണ് ഐസ്. നമ്മളിപ്പോ താപോർജം നൽകി, അങ്ങനെ താപോർജം നൽകി കഴിഞ്ഞാൽ ആദ്യം ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകും. തുടർന്ന് കുറച്ചുകൂടെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ വാതകാവസ്ഥയിലേക്കും മാറുന്ന ഒരു പദാർത്ഥം ഏത് എന്ന് ചോദിച്ചാൽ അത് ഐസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജലം താപം സ്വീകരിച്ച് ഏതവസ്ഥയിലേക്ക് മാറുന്നു? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ജലം താപം സ്വീകരിച്ച് ഏതവസ്ഥയിലേക്കാണ് മാറുന്നത്? വാതകാവസ്ഥയിലേക്കാണ് മാറുന്നത്. ജലം താപം സ്വീകരിച്ച് ഏതവസ്ഥയിലേക്ക് മാറുന്നു? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. വസ്തുക്കൾ മതിയായ അളവിൽ താപം സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്നത് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. വസ്തുക്കൾ
വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസ്ഥാ മാറ്റത്തിന് വിധേയമാവുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ജലത്തിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ആലോചിക്കാം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി ഊർജം പുറത്തുവിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾക്കുണ്ടാവുന്ന മാറ്റമാണ്. വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾക്കുണ്ടാവുന്ന മാറ്റം വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു എന്നുള്ളതാണ്. താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ നീരാവി ഏതവസ്ഥയിലേക്ക് മാറുന്നു? ദ്രാവകം. താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ നീരാവി ഏതവസ്ഥയിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചാല് ദ്രാവകാവസ്ഥയിലേക്കാണ് മാറുക. ഭൗതിക മാറ്റത്തിന് ഉദാഹരണം, ഭൗതിക മാറ്റം എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. അതിന്റെ നമ്മൾ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് തിരിച്ച് മറ്റേ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു മാറ്റമാണ് ഭൗതിക മാറ്റം എന്ന് പറയാം. ഉറച്ച നെയ്യ് ചൂടാക്കുന്നു, PVC പൈപ്പ് ചൂടാക്കുന്നു, മെഴുകു ചൂടാക്കുന്നു, പേപ്പർ കീറുന്നു, പച്ചക്കറി മുറിക്കുന്നു. ഇതൊക്കെ റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇവയാണ് നമ്മൾ എന്ത് പറയാ, ഭൗതിക മാറ്റം എന്ന് പറയും. ഇനി രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിവേഴ്സിബിലിറ്റി ഇല്ല. അതൊരു പ്രാവശ്യം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാങ്ങ പഴുത്തു പോയാൽ നമുക്കത് തിരിച്ച് പച്ചയാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ പ്രവർത്തനങ്ങളാണ്. പിന്നെ മോളിക്യൂൾസിനൊക്കെ ചേഞ്ച് വരും. അതിന്റെ ഉദാഹരണങ്ങളാണ് ചോറ് ചവച്ചരയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു, എക്സ്റേ എടുക്കുന്ന സമയം ഫിലിം നിറം മാറുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, മാങ്ങ പഴുക്കുന്നു, പഞ്ചസാര ചൂടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ജലത്തിന്റെ 3 അവസ്ഥകളാണ് ഐസ്, നീരാവി, ജലം. പറയേണ്ട കാര്യമില്ല, എളുപ്പമുള്ള ഭാഗമാണ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപമാണ് ശബ്ദോർജ്ജം. ശബ്ദോർജ്ജത്തിന് എന്ത് പറ്റില്ല? ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അന്തരീക്ഷത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജം എന്ന് പറയുന്നു. ഒന്നാമത്തെ ചോദ്യം, പൂവിന്റെ വിവിധ ഭാഗങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. കേസരപുടം, ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, കൂഞ്ഞെട്ട് എന്നിവയാണ് പൂവിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഉള്ളത്. പൂവിനെ നെടുകെ മുറിച്ച് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹാൻഡ് ലെൻസ്. പൂവിനെ നെടുകെ മുറിച്ച് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹാൻഡ് ലെൻസ്. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കൂഞ്ഞെട്ട്. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം കൂഞ്ഞെട്ട്. പൂവിന്റെ ആൺലിംഗാവയവമാണ് കേസരപുടം. പൂവിന്റെ ആൺലിംഗാവയവം കേസരപുടം. പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. പൂവിന്റെ ആൺലിംഗാവയവം കേസരപുടം, പരാഗിയും തന്തുകവും ചേർന്നത്. പൂവിന്റെ പെൺലിംഗാവയവമാണ് ജനിപുടം. ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം എന്നിവ ചേർന്നത്. പൂവിന്റെ പെൺലിംഗാവയവമാണ് ജനിപുടം. ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് ഈ ഒരു ജനിപുടം എന്ന് പറയുന്നത്. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗമാണ് ദളം. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗമാണ് ദളം. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗമാണ് വിതളം. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗം വിതളമാണ്. പൂ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗമാണ് വിതളം. പൂ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിതളമാണ്. പൂവിന്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന ഭാഗം പുഷ്പാസനം. പൂവിന്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന ഭാഗമാണ് പുഷ്പാസനം. ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗമാണ് പൂക്കൾ എന്ന് പറയുന്നത്. ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗമാണ് പൂക്കൾ. ജീവിവർഗം അവയുടെ തുടർച്ചയായ നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ പ്രത്യുൽപാദനമാണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം നടത്തുന്നത് പൂക്കളാണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം നടത്തുന്നത് പൂക്കളാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. സസ്യങ്ങളിലെ ലൈംഗിക അവയവമാണ് പൂക്കൾ.
സസ്യങ്ങളിലെ ലൈംഗിക അവയവമാണ് പൂക്കൾ എന്ന് പറയുന്നത്. പൂക്കളിലെ പരാഗരേണുക്കളെ പറയുന്നത് പൂമ്പൊടി എന്നാണ്. പൂക്കളിലെ പരാഗരേണുക്കളെ പറയുന്നത് പൂമ്പൊടി. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഓവ്യൂൾ എന്നിവ. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ. അതേപോലെ ഒവ്യൂളുമുണ്ട്. കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പരാഗി, തന്തുകമാണ് കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ. കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ പരാഗിയും തന്തുകവുമാണ്. സസ്യങ്ങളിൽ അണ്ഡം കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത്. സസ്യങ്ങളിൽ അണ്ഡം കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത്. സസ്യങ്ങളിൽ പൂമ്പീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളാണ്, പരാഗരേണുക്കളിലാണ്. സസ്യങ്ങളിൽ പൂമ്പീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ്. സസ്യങ്ങളിൽ പൂമ്പീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിൽ. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പമാണ്. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പത്തിലാണ്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നതാണ് ഏകലിംഗ പുഷ്പം എന്ന് നമ്മൾ പറയാം. കേസരപുടവും ജനിപുടവും ഒന്ന് തന്നെ കണ്ടാൽ നമ്മൾ അത് ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തു പറയും? ഏകലിംഗ പുഷ്പം എന്ന് പറയും. പരാഗരേണുക്കളിൽ നിന്ന് പൂമ്പീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് നമ്മൾ പറയാം. പരാഗരേണുക്കളിൽ നിന്ന് പൂമ്പീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ആൺമരവും പെൺമരവുമുള്ള സസ്യങ്ങളാണ് കുടപ്പന, കുടംപുളി, ജാതി എന്നിവ. ആൺമരവും പെൺമരവുമുള്ള സസ്യങ്ങളാണ് കുടപ്പന, കുടംപുളി, ജാതി എന്നിവ. ആൺമരവും പെൺമരവുമല്ലാത്ത സസ്യമാണ് കവുങ്ങ് എന്ന് പറയുന്നത്. ആൺമരവും പെൺമരവും അല്ലാത്ത സസ്യം കവുങ്ങാണ്. പരാഗണത്തിന് സഹായിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ് തേനീച്ച, കാറ്റ്, പ്രാണികള്, പക്ഷികള്, പൂമ്പാറ്റകള്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് തേനീച്ച, കാറ്റ്, പ്രാണികള്, പക്ഷികള്, പൂമ്പാറ്റകള് തുടങ്ങിയവയാണ്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നത് പരാഗണം എന്നാണ് പറയുക. ഒരു പ്രാസമൊപ്പിച്ച് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോവാം. എന്താണ്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയാ? പരാഗണം എന്ന് പറയാ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകമാണ് പരാഗണകാരി. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകമാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. ചേനയിലും ചേമ്പിലും പരാഗണം നടത്തുന്നത് ഈച്ചയാണ്. ചേനയിലും ചേമ്പിലും പരാഗണം നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചയാണ് ചേനയിലും ചേമ്പിലും പരാഗണം നടത്താറുള്ളത്. ഇനി നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് ആരാണ്? കാറ്റാണ്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റ്. കുരുമുളക് ചെടിയിലെ പരാഗണകാരിയാണ് ജലം. കുരുമുളക് ചെടിയിലെ പരാഗണകാരി ജലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മഴയും മഴത്തുള്ളികളുമായിട്ടാണ് അവിടെ പരാഗണത്തിന് സഹായിക്കുന്നത് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വർണ്ണഭംഗിയുള്ള പൂക്കളുള്ള ചെടികളിലെ പരാഗണകാരി തേനീച്ചയാണ്. വർണ്ണഭംഗിയുള്ള പൂക്കളിലെ പരാഗണകാരി തേനീച്ച. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിലെ പരാഗണകാരി നിശാശലഭമാണ്. രാത്രി വിരിയുന്ന
വെളുത്ത പൂക്കളിലെ പരാഗണകാരി നിശാശലഭം. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് വാനില. കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യം വാനിലയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചയാണ് മെലിപ്പോൺ. വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ച ഏതാണ് എന്ന് ചോദിച്ചാൽ മെലിപ്പോണയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പൂവിന്റെ ഏത് ഭാഗം വളർന്നാണ് ഫലമുണ്ടാകുന്നത്? അണ്ഡാശയം. പൂവിന്റെ ഏതു ഭാഗം വളർന്നിട്ടാണ് ഫലമുണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അണ്ഡാശയം വളർന്നിട്ടാണ് ഫലമുണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളാണ് നമ്മൾ ലഘുഫലം എന്ന് പറയാം. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളെ ലഘുഫലം എന്ന് പറയുന്നു. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുണ്യഫലം എന്നാണ് പറയുക. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുണ്യഫലങ്ങൾ എന്നാണ് പറയുക എന്നുള്ളത് ഓർത്തിരിക്കുക. പുണ്യഫലത്തിന് ഉദാഹരണങ്ങളാണ് സീതപ്പഴം, ബ്ലാക്ക്ബെറി, അതേപോലെ അരണമരക്കായ. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? സീതഫലം, ബ്ലാക്ക്ബെറി, അരണമരക്കായ എന്നിവ ഉദാഹരണങ്ങളാണ്. ലഘുഫലത്തിന് ഉദാഹരണമാണ് മാങ്ങ. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലതാകാതിരിക്കുകയും ഇവയെല്ലാം ആ പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആകുകയും ചെയ്യുന്ന ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലത് ആകാതിരിക്കുകയും ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആകുകയും ചെയ്യുന്ന ഫലങ്ങളെ നമ്മൾ സംയുക്ത ഫലങ്ങൾ എന്ന് പറയാറുണ്ട്. ചക്കയിൽ ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളെയാണ് നമ്മൾ ചവിണി എന്ന് പറയുന്നത്. ചക്കയിൽ ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളെയാണ് നമ്മൾ ചവിണി എന്ന് പറയുക എന്നുള്ളത് ഓർത്തിരിക്കുക. സംയുക്ത ഫലത്തിന് ഉദാഹരണമാണ് ചക്ക. സംയുക്ത ഫലത്തിന് ഉദാഹരണമാണ് ചക്ക. പാകമാകുമ്പോൾ പെരിക്കാർപ്പ് ഉണങ്ങിപ്പോകുന്ന ഫലങ്ങളാണ് ശുഷ്കഫലങ്ങൾ എന്ന് പറയുന്നത്. പാകമാകുമ്പോൾ പെരിക്കാർപ്പ് ഉണങ്ങിപ്പോകുന്ന ഫലങ്ങളെ നമ്മൾ ശുഷ്കഫലങ്ങൾ എന്ന് പറയാറുണ്ട്. ശുഷ്കഫലത്തിന് ഉദാഹരണങ്ങളാണ് നെല്ലും ഗോതമ്പുമൊക്കെ. ശുഷ്കഫലത്തിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നെല്ലും ഗോതമ്പുമൊക്കെ. പാകമാകുമ്പോൾ വിത്തുകൾ പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന ഫലങ്ങളാണ് സ്ഫോട്യഫലങ്ങൾ. പാകമാകുമ്പോൾ വിത്തുകൾ പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന ഫലങ്ങളാണ് സ്ഫോട്യഫലങ്ങൾ. സ്ഫോട്യഫലത്തിന് ഉദാഹരണമാണ് കാശിത്തുമ്പ, വെണ്ട, മുരിങ്ങ, റബ്ബർ, ഉമ്മം, ഉന്നക്കായി എന്നിവ. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇത്തരം ഫലങ്ങളാണ് കപടഫലങ്ങൾ എന്ന് പറയാറുള്ളത്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇത്തരം ഫലങ്ങളെ നമ്മൾ കപടഫലം എന്നാണ് പറയാറുള്ളത്. കപടഫലത്തിന് ഉദാഹരണങ്ങളാണ് ആപ്പിള്, കശുമാങ്ങ, അത്തിപ്പഴം എന്നിവ. കപടഫലത്തിന് ഉദാഹരണങ്ങളാണ് ആപ്പിള്, കശുമാങ്ങ, അത്തിപ്പഴം എന്നിവ. ദ്വിലിംഗ പുഷ്പങ്ങളിലെ പരാഗണ രീതി സ്വപരാഗണമാണ്. ദ്വിലിംഗ പുഷ്പങ്ങളിലെ പരാഗണ രീതി എന്താണെന്ന് ചോദിച്ചാൽ സ്വപരാഗണമാണ്. പൂവിന്റെ ഏതു ഭാഗം വളർന്നാണ് വിത്ത് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒവ്യൂള് വളർന്നിട്ടാണ് വിത്ത് ഉണ്ടാവുന്നത്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം എന്ന് പറയുന്നത്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനം പരിക്രമണം. പരിക്രമണത്തിന് ഉദാഹരണങ്ങളാണ് കറങ്ങുന്ന ഫാനിന്റെ ദളങ്ങളുടെ ചലനം, സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം എന്നിവ.
ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണിന്റെ ചലനം എന്തുതരം ചലനമാണ് എന്ന് ചോദിച്ചാൽ പരിക്രമണ ചലനവും അതേപോലെ ഭ്രമണ ചലനവുമാണ്. ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണിന്റെ ചലനം എന്തുതരം ചലനമാണ്? അത് പരിക്രമണ ചലനവും അതേപോലെ ഭ്രമണ ചലനവും കൂടിയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്നത് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ്? 1667 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്നതിന് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ് എന്ന് ചോദിച്ചാൽ 1667 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ്? 1,06,000 കിലോമീറ്റർ വേഗതയിലാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിലാണ്? 1,06,000 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ ചലനം എന്ന് പറയുന്നു. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്നത് ബലമാണ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബലമാണ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്നത് ബലം. ബലം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾ: ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാൻ നമ്മൾ ബലം പ്രയോഗിക്കാറുണ്ട്. പിന്നെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാൻ നമ്മൾ ബലം പ്രയോഗിക്കാറുണ്ട്. ചലിക്കുന്ന വസ്തുവിന്റെ ദിശ മാറ്റാനും ബലം പ്രയോഗിക്കാറുണ്ട്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. PSC 1 മാർക്ക് ചോദ്യം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് നേർരേഖാചലനം. നേർരേഖയിലൂടെയുള്ള ചലനം നേർരേഖാചലനം എന്നറിയപ്പെടുന്നു. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനം എന്നറിയപ്പെടുന്നു. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനം എന്ന് അറിയപ്പെടുന്നു. വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം. ഈ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിലേതാണ് വർത്തുള ചലനം, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇത് ഏത് തരം ചലനമാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ഓർത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനമാണ്. വൃത്ത പാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നതും വർത്തുള ചലനമാണ് എന്ന് അറിഞ്ഞിരിക്കുക. നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് മാവിൽ നിന്ന് മാങ്ങ വീഴുന്നത്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണമാണ്. പമ്പരത്തിന്റെ കറക്കം ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എന്ന് പറയുന്നത്. ഒരു വസ്തു ഇപ്പോൾ ഇവിടെ നമ്മൾ പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് പെൻഡുലം ഇങ്ങനെ ചലിക്കുന്നില്ലേ, ഇതിനെ ഈ ഒരു വസ്തു ഈ ഒരു തുലന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത്. അപ്പൊ അത് ദോലനമാണ് എന്ന് നമുക്ക് പറയാം. ഒരു വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ നമ്മൾ ദോലനം എന്ന് പറയുന്നു. ദോലനത്തിന് ഉദാഹരണമാണ് വൈപ്പറിന്റെ ചലനം, ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം, ചെണ്ടയുടെ ഡൈഫ്രത്തിന്റെ ചലനം എന്നിവ എന്നുള്ളതും കൂടെ അവിടെ ഓർക്കുക. ദ്രുതഗതിയിലുള്ള ദോലനത്തെ പറയുന്ന പേര് കമ്പനം എന്നാണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് കമ്പനം. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്ക് എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ചെയിന്, ബെലറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു യന്ത്രത്തിലാണ് ആദ്യം അത് ബലത്തെ നൽകുക, എന്നിട്ട് ആ ഒരു ബലം മറ്റ് യന്ത്രങ്ങളിലേക്ക് എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ചെയിന്, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയവ. ആട്ടുകട്ടിലിന്റെ ചലനം ദോലനമാണ്. വീണക്കമ്പിയുടെ ചലനം ദോലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനവും ദോലനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്രമാവർത്തന ചലനമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ക്രമാവർത്തന ചലനമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനമാണ്. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനം. ദോലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ദോലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ലിഫ്റ്റ് ഉയരുന്നത് ഏതു തരത്തിലുള്ള ചലനമാണ്? നേർരേഖാ ചലനമാണ്. അരിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് ധാന്യകം. PSC 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. അരിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് ധാന്യകം. ധാരാളം കൊഴുപ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് എണ്ണകൾ. ധാരാളം കൊഴുപ്പടങ്ങിയ ഭക്ഷ്യവസ്തു എണ്ണകൾ. പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം വിറ്റാമിനുകളാണ്. പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം വിറ്റാമിനുകളാണ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ആണ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ കൊണ്ടും ഹൈഡ്രജൻ കൊണ്ടും ഓക്സിജൻ കൊണ്ടുമാണ്. ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം സംഭരിച്ചു വെക്കുന്നത് ഏതു രൂപത്തിലാണ്? അന്നജത്തിന്റെ രൂപത്തിലാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം സംഭരിച്ചു വെക്കുന്നത് ഏതു രൂപത്തിലാണ്? അന്നജത്തിന്റെ രൂപത്തിലാണ്. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് തുടങ്ങിയവ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന ഘടകം ധാന്യകം. PSC 1 മാർക്ക് ചോദ്യം. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന ഘടകമാണ് ധാന്യകം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം പ്രധാനമായും ലഭിക്കുന്നത് നമുക്ക് ധാന്യകത്തിൽ നിന്നാണ്. പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ധാന്യകത്തിൽ നിന്നാണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടും നീല. PSC അടുത്ത മാർക്ക് ചോദ്യം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടും നീല. അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ്. PSC അടുത്ത 1 മാർക്ക് ചോദ്യം. അന്നജം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ്. ദഹിക്കാത്ത ധാന്യകം ഏത് എന്ന് ചോദിച്ചാൽ സെല്ലുലോസ് ആണ്. ദഹിക്കാത്ത ധാന്യകം സെല്ലുലോസ്. ദഹിക്കാത്ത ധാന്യം ഏത് എന്ന് ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം സെല്ലുലോസ് ആണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസ് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് PSC അടുത്ത 1 മാർക്ക് ചോദ്യം ബെനഡിക്റ്റ് ടെസ്റ്റ് ആണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസ് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ്. മൂത്രത്തിലെ ഗ്ലൂക്കോസ് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബെനഡിക്റ്റ് ടെസ്റ്റ് ആണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീൻ. PSC അടുത്ത 1 മാർക്ക് ചോദ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായിട്ടുള്ള പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായിട്ടുള്ള പ്രധാന ആഹാര ഘടകം പ്രോട്ടീനാണ്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീന്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ. PSC അടുത്ത ചോദ്യം. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു ദിവസം ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട പ്രോട്ടീനിന്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന നിലയിലാണ്. ഇപ്പൊ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം 100 ഗ്രാം പ്രോട്ടീൻ വേണ്ടി വരും. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ്. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ്. പ്രോട്ടീനിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗം ക്വാഷിയോർക്കർ. PSC അടുത്ത 1 മാർക്ക് ചോദ്യം. പ്രോട്ടീനിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കറിന്റെ ലക്ഷണമാണ് ശോഷിച്ച ശരീരം, വീർത്ത വയർ എന്നിവ. ക്വാഷിയോർക്കറിന്റെ ലക്ഷണം ശോഷിച്ച ശരീരം, വീർത്ത വയർ എന്നിവയാണ്.
വളർച്ച മുരടിക്കാൻ കാരണമാകുന്നത് പ്രോട്ടീൻ കുറയുന്നതാണ്. വളർച്ച മുരടിക്കാൻ കാരണമാകുന്നത് പ്രോട്ടീൻ കുറയുന്നത്. 10 കിലോ ഭാരമുള്ള ഒരാൾ ഓരോ ദിവസവും ഭക്ഷണത്തിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം? 10 ഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 100 ഗ്രാം ചെറുപയറിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു? 24 ഗ്രാം. 100 ഗ്രാം ചെറുപയറിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു? 4 ഗ്രാം. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥം സോയാബീൻ ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയ ആഹാര പദാർത്ഥം സോയാബീൻ. കാർബോഹൈഡ്രേറ്റുകളെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഘടകം കൊഴുപ്പാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് കൊഴുപ്പ്. കൊഴുപ്പ് അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് മാംസം, പാല്, മത്സ്യം, മുട്ട, നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, പിന്നെ വിവിധങ്ങളായിട്ടുള്ള എണ്ണകൾ, വിവിധ തരം പരിപ്പുകൾ എന്നിവ. ഒന്നുകൂടെ പറയാം. കൊഴുപ്പ് അടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് മാംസം, പാല്, മത്സ്യം, മുട്ട, നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, എണ്ണകൾ, വിവിധ തരം പരിപ്പുകൾ എന്നിവ. ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് കൊഴുപ്പായിരിക്കും. ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ നമ്മൾ ശക്തമായിട്ട് ഉരയ്ക്കുക. അത് ഉണക്കിയ ശേഷം നമ്മൾ ആ പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ കൊഴുപ്പായിരിക്കും. തുരിശിന്റെ രാസസൂത്രം എന്താണ് എന്ന് ചോദിച്ചാൽ കോപ്പർ സൾഫേറ്റ് ആണ്. തുരിശിന്റെ രാസസൂത്രം കോപ്പർ സൾഫേറ്റ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഒരു 5 സ്റ്റാർ ഇട്ട് അവിടെ വെച്ചോളാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം ചോദിക്കാനുള്ള ഭാഗമാണ്. കൊഴുപ്പിൽ ജയിക്കുന്ന ജീവകങ്ങൾ ജീവകം കെ, ജീവകം ഇ, ജീവകം ഡി, ജീവകം എ. അപ്പൊ ഒരുമിച്ച് ഓർത്തു വെച്ചോളാം. കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാന്ന് ഓർത്തു വെച്ചോളാം. കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ KEDA കിട്ടും. ആ KEDA കിട്ടിക്കഴിഞ്ഞാൽ KEDA ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. അതുകൊണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. കൊഴുപ്പിൽ ലയിച്ച സാധനങ്ങൾ കേടാവുന്നൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ മതി. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിന്റെ ഒരു രൂപമാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയാം. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ സാധാരണ അളവ് PSC അടുത്ത മാർക്ക് ചോദ്യം 200 mg/dl താഴെ വേണം. കൊളസ്ട്രോളിന്റെ സാധാരണ അളവാണ് 200 mg/dl താഴെ വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് PSC അടുത്ത ഒരു മാർക്ക് ചോദ്യം 70 to 110 mg/dl ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 to 110 mg/dl. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ എത്ര ഗ്രാം പച്ചക്കറി ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 295 ഗ്രാം കഴിക്കണം. 1/4 കിലോന്റെ മുകളിൽ കഴിക്കണം. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിന്റെ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര പച്ചക്കറി ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചാൽ 295. നമ്മൾ എത്ര കഴിക്കുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഒരാൾ ശരാശരി എത്ര കഴിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ 50 ഗ്രാമൊക്കെ കഴിക്കുന്നുള്ളൂ എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷകഘടകങ്ങളാണ് ധാതുക്കളും വിറ്റാമിനുകളും. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷകഘടകങ്ങളാണ്
വിറ്റാമിനുകളും എന്നുള്ളത് ഓർത്തിരിക്കുക. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അതിലെന്തുണ്ടാവില്ല? കേട എന്നുള്ള വിറ്റാമിനുകൾ ഉണ്ടാവില്ല. പിന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഉണ്ടാവും. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അടുത്ത PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ ബിയും സിയുമാണ്. അത് കേട എന്നുള്ളത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടാവുമെന്ന് ഓർത്താൽ മതി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാവുന്ന വിറ്റാമിൻ PSC അടുത്ത ഒരു മാർക്ക് ചോദ്യം വൈറ്റമിൻ സി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാവുന്ന വൈറ്റമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പാണ്. മുതിര, ശർക്കര, കരള്, ഇലക്കറികൾ എന്നിവയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. മുതിര, ശർക്കര, കരള്, ഇലക്കറികൾ എന്നിവയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതുക്കളാണ് കാൽസ്യവും ഫോസ്ഫറസും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു കാൽസ്യം, ഫോസ്ഫറസ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാൽസ്യവും ഫോസ്ഫറസും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതുക്കളാണ് കാൽസ്യം, അതേപോലെ തന്നെ ഫോസ്ഫറസ്. കടൽ വിഭവങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ധാതു അയഡിനാണ്. കടൽ വിഭവങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നതും അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകമാണ് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവ. ഏത്തപ്പഴം, മരച്ചീനി, ഇലക്കറികൾ, പാലുൽപ്പന്നം എന്നിവയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകമാണ് കാൽസ്യവും ഫോസ്ഫറസും. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം, ഫോസ്ഫറസ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്നത് സോഡിയമാണ്. PSC അടുത്ത ഒരു മാർക്ക് ചോദ്യമാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്നത് സോഡിയം. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ സഹായിക്കുന്നത് സോഡിയം. ഏത് ഘടകത്തിന്റെ കുറവ് മൂലമാണ് കുട്ടികളിൽ വിളർച്ച ഉണ്ടാവുന്നത്? ഇരുമ്പ്. PSC അടുത്ത മാർക്ക് ചോദ്യം. ഏത് ഘടകത്തിന്റെ കുറവ് മൂലമാണ് കുട്ടികളിൽ വിളർച്ച ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പിന്റെ കുറവ് മൂലമാണ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോഷകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ തലച്ചോറിൽ എത്ര ശതമാനം ജലമാണ്? 85% ജലമാണ്. നമ്മുടെ തലച്ചോറിൽ എത്ര ശതമാനം ജലമാണ് എന്ന് ചോദിച്ചാൽ 85% നമ്മുടെ തലച്ചോറിൽ ജലമാണ്. രക്തത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ രക്തത്തിൽ 90% ജലമാണ്. രക്തത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 90% ജലമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. എല്ലുകളിലെ ജലത്തിന്റെ അളവ് 25%. തലച്ചോറ് എന്ന് പറയുമ്പോൾ തലച്ചോറിൽ എത്രയാണ്? 85%. രക്തത്തിലെ ജലത്തിന്റെ അളവ് എത്രയാന്ന് ചോദിച്ചാൽ 90%. എല്ലുകളിലെ ജലത്തിന്റെ അളവ് എത്രയാന്ന് ചോദിച്ചാൽ 25% എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും പ്രതിദിനം എത്ര ലിറ്റർ ജലം നഷ്ടപ്പെടുന്നു? 2.5 ലിറ്റർ ജലം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മൾ ഈ ചൂടുകാലത്തൊക്കെ വെള്ളം കുടിക്കണം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രങ്ങളിലൂടെയും വിയർപ്പിലൂടെയും പ്രതിദിനം എത്ര ലിറ്റർ ജലം നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 2.5 ലിറ്റർ ജലം അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു ധാന്യമാണ് നാരുകൾ എന്ന് പറയുന്നത്. നമുക്ക് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ഇത് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ധാന്യകത്തെ ധാന്യകം ഏത് എന്ന് ചോദിച്ചാൽ നാരുകളാണ്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സെല്ലുലോസ് കൊണ്ടാണ് നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത്.
വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നത് ഈ നാരുകളാണ്. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ നാരുകളാണ്. ഒരു സമീകൃത ആഹാരമാണ് പാല്. പാല് എന്താണ്? ഒരു സമീകൃത ആഹാരമാണ്. ശരീരത്തിനു വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം. ശരീരത്തിനു വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണത്തെ നമുക്ക് സമീകൃതാഹാരം എന്ന് പറയാം. കറിയുപ്പിൽ നിന്ന് ലഭിക്കുന്ന ധാതുലവണമാണ് സോഡിയം. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണ് ആവാസവ്യവസ്ഥ. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനമാണ് ആവാസവ്യവസ്ഥ. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടറിയപ്പെടുന്നത് ആവാസം എന്നാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടറിയപ്പെടുന്നത് ആവാസം. ജീവീയ ഘടകത്തിന് ഉദാഹരണമാണ് മരം. നമ്മുടെ മരം ജീവീയ ഘടകത്തിന് ഉദാഹരണമാണ്. അജീവീയ ഘടകത്തിന് ഉദാഹരണമാണ് വായു. അജീവീയ ഘടകത്തിന് ഉദാഹരണമാണ് വായു എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവ. ആവാസ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവ. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് കാവ്, കുറ്റിക്കാട്, കുളം എന്നിവ. ആവാസ വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുമുള്ള ഉദാഹരണങ്ങളാണ് കാവ്, കുറ്റിക്കാട്, കുളം എന്നിവ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണിയാണ് ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയ്ക്ക് ഒരു ഉദാഹരണമാണ് പുല്ല്, പുഴു, തവള, പാമ്പ്, പരുന്ത് എന്നിങ്ങനെ പോകുന്ന ശൃംഖല. ഭക്ഷ്യശൃംഖലയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് ആദ്യം പുല്ല്, പിന്നെ പുഴു, തവള, പാമ്പ്, പരുന്ത് എന്നിങ്ങനെ പോകുന്ന ഒരു ഭക്ഷ്യശൃംഖല നമുക്ക് പറയാൻ കഴിയും. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജികളായിരിക്കും. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജികളാണ്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെ പറയുന്നത് ഭക്ഷ്യശൃംഖലാജാലം എന്നാണ്. വിവിധങ്ങളായിട്ടുള്ള ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെ പറയുന്നത് ഭക്ഷ്യശൃംഖലാജാലങ്ങൾ എന്നാണ്. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതിനെ പറയുന്നത് ഭക്ഷ്യശൃംഖലാജാലം എന്നാണ്. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് ഉൽപാദകരെന്ന് പറയപ്പെടുന്നു. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ എന്നാണ് പറയാം. നമ്മൾ കടയിൽ പോയൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപഭോക്താവാണ്. ആഹാരത്തിനായിട്ട് അതേപോലെ മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് പറയാം. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ എന്ന് പറയാം. വിഘടിപ്പിക്കുന്നവര് വിഘാടകരാണ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകർ എന്നുള്ളത്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് വിഘാടകര്. വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ. വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ഫംഗസുകളും ബാക്ടീരിയയും ഒക്കെ.
വിഘാടകരല്ലാത്ത സൂക്ഷ്മാണുവാണ് വൈറസ്. വിഘാടകരല്ലാത്ത സൂക്ഷ്മാണുവാണ് വൈറസ്. വിഘാടകരല്ലാത്ത സൂക്ഷ്മാണു വൈറസ്. ഓരോ ആഹാര ശൃംഖലയും അവസാനിക്കുന്നത് ഏതിലാണ്? വിഘാടകരിലാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയും. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ എന്ന് പറയും. കാന്തിക വസ്തുവിന് ഉദാഹരണമാണ് നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്, ഇരുമ്പ് എന്നിവ. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഈ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് നിക്കല്, കൊബാൾട്ട്, ഉരുക്ക്, ഇരുമ്പ് തുടങ്ങിയവ. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അകാന്തിക വസ്തുക്കൾ എന്നാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അകാന്തിക വസ്തുക്കൾ എന്നാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ അകാന്തിക വസ്തുക്കൾ. പ്രകൃതിയിലെ കാന്തം എന്നറിയപ്പെടുന്നത് ലോഡ് സ്റ്റോൺ ആണ്. പ്രകൃതിയിലെ കാന്തം എന്നറിയപ്പെടുന്നത് ലോഡ് സ്റ്റോൺ. പ്രകൃതിയിലെ കാന്തം എന്നറിയപ്പെടുന്നത് ലോഡ് സ്റ്റോൺ ആണ്. ഗ്രീസിലെ മഗ്നീഷ്യ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മാഗ്നസ് എന്ന ആട്ടിടയൻ കണ്ടെത്തിയ ഇരുമ്പിനെ ആകർഷിക്കുന്ന പാറകളെ എന്താണ് വിളിച്ചിരുന്നത്? മാഗ്നൈറ്റ് എന്നാണ്. അപ്പൊ മാഗ്നൈറ്റ് എന്നുള്ള ഒരു പേര് ഉണ്ടാവാനുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് മാഗ്നസ് എന്ന ഒരു ആട്ടിടയൻ ജീവിച്ചിരുന്നു. ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഇരുമ്പിനെ ആകർഷിക്കുന്ന പാറകളെ ഇദ്ദേഹം വിളിച്ച പേരാണ് മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. ലോഡ് സ്റ്റോണിനെ ഗ്രീക്കുകാർ വിളിച്ചിരുന്നത് മാഗ്നൈറ്റ്. അപ്പൊ പ്രകൃതിയിലെ കാന്തം എന്നറിയപ്പെടുന്നത് ഈ ഒരു മാഗ്നൈറ്റ് അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ ആണ്. ഈ ലോഡ് സ്റ്റോണിനെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരാണ് മാഗ്നൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 2 ഉണ്ട്. ഏതൊക്കെയാണ്? ഇരുമ്പുമുണ്ട്, അതേപോലെ തന്നെ ഉരുക്കുമുണ്ട്. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇരുമ്പ്, അതേപോലെ തന്നെ ഉരുക്ക്. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കള് ഇരുമ്പും അതേപോലെ ഉരുക്കുമാണ്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങള് അലൂമിനിയം, ഇരുമ്പ്, നിക്കല്, കൊബാൾട്ട്. PSC 1 മാർക്ക് ചോദ്യമാണ്. അൽനിക്കോയിൽ അടങ്ങാത്ത ലോഹം, അടങ്ങിയിരിക്കുന്ന ലോഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓപ്ഷൻസ് തരാനുള്ള സാധ്യതയുണ്ട്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? അലൂമിനിയം ഉണ്ട്, ഇരുമ്പുണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവ. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തെയാണ് അൽനിക്കോ എന്ന് പറയുന്നത്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പദാർത്ഥങ്ങളാണ് നിയോഡിമിയം, സമേറിയം എന്നിവ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പ്രധാന പദാർത്ഥങ്ങളാണ് നിയോഡിമിയം, സമേറിയം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പ്രധാന പദാർത്ഥങ്ങളാണ് നിയോഡിയം, സമേറിയം. കാന്തം ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങളാണ് റേഡിയോ, മൊബൈൽ ഫോണ്, ഹെഡ്ഫോണ്, ലൗഡ് സ്പീക്കർ. കാന്തം ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ, പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് റേഡിയോ, മൊബൈൽ ഫോണ്, ഹെഡ്ഫോണ്, ലൗഡ് സ്പീക്കർ എന്നിവ. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങള് റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങളാണ്. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങള് റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങളാണ്. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങൾ റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങൾ. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ വിളിക്കുന്നത് കാന്തിക ധ്രുവം എന്നാണ്. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ നമ്മൾ വിളിക്കുക കാന്തിക ധ്രുവങ്ങൾ എന്നാണ്. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ വിളിക്കുന്നത് കാന്തിക ധ്രുവം. പണിശാലയിൽ നിന്ന് ഇരുമ്പുപൊടി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് കാന്തമാണ്. പണിശാലയിൽ നിന്ന്
ഇരുമ്പ് പൊടി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കാന്തം ഉപയോഗിച്ചാണ് പണിശാലകളിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുക. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു? തെക്ക് വടക്ക്. PSC 1 മാർക്ക് ചോദ്യം. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്ക് വടക്ക് ദിശയിലായിരിക്കും അവ സ്ഥിതി ചെയ്യുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. കാന്തങ്ങൾ NS ദിശയിൽ നിൽക്കുന്നത് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ 2 സന്ദർഭങ്ങളുണ്ട്. കപ്പൽ യാത്രയ്ക്ക് ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കും. കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കാൻ ഉപയോഗിക്കും. കാന്തങ്ങൾ NS ദിശയിൽ നിൽക്കുന്നത് പ്രയോജനപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങളാണ്. കപ്പൽ യാത്രയ്ക്ക് ദിശ അറിയാൻ ഉപയോഗിക്കുന്നുണ്ട്. കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് സജാതീയ ധ്രുവങ്ങൾ എന്നാണ്. കാന്തത്തിന്റെ ഒരേ തരത്തിലുള്ള ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് സജാതീയ ധ്രുവങ്ങൾ എന്നാണ്. കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് വിജാതീയ ധ്രുവങ്ങൾ എന്നാണ്. കാന്തത്തിന്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് വിജാതീയ ധ്രുവം എന്നാണ്. കാന്തത്തിനു ചുറ്റും കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്നത് കാന്തിക മണ്ഡലം എന്നാണ്. കാന്തത്തിനു ചുറ്റും കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ വിളിക്കുക കാന്തിക മണ്ഡലം എന്നാണ്. കാന്തത്തിനു ചുറ്റും കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്നത് കാന്തിക മണ്ഡലം എന്നാണ്. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തശക്തിയുടെ തോത് കൂടുതലായിരിക്കും. കാന്തത്തിന്റെ ധ്രുവത്തിനോട് അടുത്തുള്ള ഭാഗങ്ങളിൽ കാന്തിക ശക്തി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ കാന്തത്തിന്റെ അതിന്റെ ധ്രുവത്തിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തിയുടെ തോത് കൂടുതലായിരിക്കും. കാന്തത്തിന്റെ ധ്രുവത്തിൽ നിന്ന് അകന്നു പോകുന്തോറും കാന്തിക ശക്തിയുടെ തോത് കുറയുകയാണ് ചെയ്യുക. ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ്? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയായിരിക്കും. പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഏത് ദിശയിലേക്കാണ് എന്ന് ചോദിച്ചാല് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്നത് ഉദയമായിരിക്കും. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്നത് ഉദയമായിരിക്കും. ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് കടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്നത് അസ്തമയമായിരിക്കും. ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെടുന്നത് അസ്തമയമായിരിക്കും. ഉദയാസ്തമയങ്ങൾക്ക് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഉദയാസ്തമയങ്ങൾക്ക് കാരണം ഭൂമിയുടെ ഭ്രമണം. ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഓരോ ദിവസവും ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നുണ്ടാവും. ഇതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 27.5 ദിവസം കൊണ്ടാണ്. ചന്ദ്രൻ ഭൂമിക്കു ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 27.5 ദിവസം കൊണ്ടാണ്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥ പൗർണമിയാണ്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നമ്മൾ പൗർണമി എന്നാണ് പറയുക. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയാണ് അമാവാസി. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥ അമാവാസിയാണ്. പരിക്രമണപാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം മൂലമുണ്ടാകുന്നതാണ് വൃദ്ധിക്ഷയങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത്.
പരിക്രമണ പാതയില് ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമായിരിക്കും വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയാണ് അർദ്ധചന്ദ്രൻ. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥ അർദ്ധചന്ദ്രനാണ്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയാണ് അർദ്ധചന്ദ്രൻ. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ പറയുന്നത് വൃദ്ധി എന്നാണ്. എന്താണ് പറയാ? അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണും. അപ്പൊ ഇതിനെ നമ്മൾ പറയാ വൃദ്ധി എന്നാണ്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ പറയുന്ന പേരാണ് വൃദ്ധി എന്നുള്ളത്. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതിനെ ക്ഷയം എന്നാണ് പറയാ. നേരെ തിരിച്ച് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? വൃദ്ധിയാണ് ഉണ്ടാവുക. എന്നാൽ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരും. ഇതിനെ പറയുന്ന പേരാണ് ക്ഷയം. ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന അതേ സമയം എടുത്തിട്ടാണ് ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരികയുള്ളൂ. അപ്പൊ എന്താണ്? ചന്ദ്രൻ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാല് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യാനെടുക്കുന്ന അതേ സമയം എടുത്തിട്ടാണ് ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഇത് രണ്ടും 27 ദിവസമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നക്ഷത്രങ്ങൾ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ ഭ്രമണമാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാല് നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് ദിശമാറ്റത്തിന് വിധേയമാകുന്നു. ഇത് കാരണമാണ് നമുക്ക് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് തോന്നാറുള്ളത്. നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് ദിശമാറ്റത്തിന് വിധേയമാവുന്നു. ഇങ്ങനെ ദിശമാറ്റത്തിന് വിധേയമാവുന്നത് കൊണ്ട് തന്നെയാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള പ്രധാന കാരണം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ആൽഫ സെന്റോറിയാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് എന്ന് ചോദിച്ചാൽ ആൽഫ സെന്റോറിയാണ്. സൂര്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം 12 ലക്ഷമാണ്. അപ്പോൾ ഒരു വലിയ ഗോളം സൂര്യനാണ് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് ആ ഒരു വലിയ ഗോളം ഫില്ലാവണമെങ്കിൽ 12 ലക്ഷം ഭൂമി ഇടണം. അപ്പം സൂര്യന്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. സൂര്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം 12 ലക്ഷമാണ്. 12 ലക്ഷം. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്കടുത്ത് കിടക്കുന്ന ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എടുക്കാൻ എത്തുന്ന സമയം 4 വർഷമാണ്. അപ്പൊ സൂര്യൻ കഴിഞ്ഞാല് ഭൂമിക്കടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് ആൽഫ സെന്റോറി. അപ്പൊ ആൽഫ സെന്റോറിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അത് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 4 വർഷമാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ
ഇത് എത്ര ദൂരത്തിലാണ് ഒന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചു നോക്കുക. ആകാശത്ത് വടക്കു ഭാഗത്തായി സാമാന്യം തിളക്കത്തോടു കൂടിയ 7 നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്നത് സപ്തർഷികൾ എന്നാണ്. ആകാശത്ത് വടക്കു ഭാഗത്തായിട്ട് സാമാന്യം തിളക്കത്തോടു കൂടിയ 7 നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുക സപ്തർഷികൾ എന്നാണ്. പാശ്ചാത്യർ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്ന നക്ഷത്രക്കൂട്ടം സപ്തർഷികൾ. PSC 1 മാർക്ക് ചോദ്യം. പാശ്ചാത്യർ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്ന നക്ഷത്രക്കൂട്ടം സപ്തർഷികളാണ്. ബിഗ് ഡിപ്പറിന്റെ അർത്ഥം വലിയ തവി എന്നാണ്. ബിഗ് ഡിപ്പറിന്റെ അർത്ഥം വലിയ തവി. ബിഗ് ഡിപ്പറിന്റെ അർത്ഥം വലിയ തവി. ഡിസംബർ ജനുവരി മാസങ്ങളിൽ സപ്തർഷികളെ ആകാശത്ത് ഏത് സമയത്താണ് കാണാൻ കഴിയുക? അർദ്ധരാത്രിയിലാണ് കാണാൻ കഴിയുക. ഡിസംബർ ജനുവരി മാസങ്ങളിൽ സപ്തർഷികളെ ആകാശത്ത് ഏത് സമയത്താണ് കാണാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അർദ്ധരാത്രിയിലാണ് നമുക്ക് സപ്തർഷികളെ കാണാൻ കഴിയുക. വേനൽക്കാലത്ത് സപ്തർഷികളെ സന്ധ്യയ്ക്ക് ഏത് ഭാഗത്താണ് കാണാൻ കഴിയുക? വടക്ക് ഭാഗത്താണ് നമുക്ക് കാണാൻ കഴിയുക. വേനൽക്കാലത്ത് സപ്തർഷികളെ സന്ധ്യയ്ക്ക് ഏത് ഭാഗത്താണ് കാണാൻ കഴിയുക? വടക്ക് ഭാഗത്താണ് കാണാൻ കഴിയുക. ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്തു വരച്ച് സങ്കല്പിക്കാറുള്ള രൂപങ്ങളാണ് നക്ഷത്ര ഗണങ്ങൾ എന്ന് പറയും. അപ്പൊ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ നമ്മൾ കാണും. ഇവ ചേർത്തു വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളെയാണ് നമ്മൾ നക്ഷത്രഗണങ്ങൾ എന്ന് പറയാം. പണ്ട് കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ അഥവാ ഓറിയോൺ. പണ്ട് കാലത്ത് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകള് ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ അഥവാ ഓറിയോൺ. ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്കു ശേഷം തലയ്ക്കു മുകളിലായി കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്കു മുകളിലായി കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഓറിയോണിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര. ഓറിയോണിന്റെ വലതു ചുമലിലാണ് തിരുവാതിര ചുവന്ന ഡ്രസ് ഇട്ട് തിരുവാതിര കളിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. ഓറിയോണിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാതീരത്ത് സന്ധ്യാസമയത്ത് വടക്കനാകാശത്ത് കാണുന്ന നക്ഷത്രഗണമാണ് കശ്യപി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്രഗണമാണ് കശ്യപി എന്ന് പറയുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്കു മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ രൂപമാണ് വൃശ്ചികം. എന്താണ്? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്കു മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ രൂപമാണ് വൃശ്ചികം എന്ന് പറയുന്നത്. വൃശ്ചിക രാശിയുടെ രൂപമാണ് തേള്. വൃശ്ചികം രാശിയുടെ രൂപമാണ് തേള്. ചില കാലങ്ങളിൽ രാത്രി ആകാശത്ത് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് ബുധൻ, വ്യാഴം, ശനി തുടങ്ങിയവ. ചില കാലങ്ങളിൽ രാത്രി ആകാശത്ത് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് ബുധൻ, വ്യാഴം, ശനി എന്നിവ. വെള്ളിയില്ലാന്ന് ഓർത്ത് വെച്ചാൽ മതി. ബുധനും വ്യാഴവും ശനി ഒരുമിച്ചുണ്ടാവുന്നു. ഇന്ത്യയിൽ ആദ്യം സൂര്യോദയം ദൃശ്യമാകുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യം സൂര്യോദയം ദൃശ്യമാകുന്നത് അരുണാചൽ പ്രദേശ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിൽക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. PSC 1 മാർക്ക് ചോദ്യം നോട്ട് ചെയ്തോളാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിൽക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്മാത്രയാണ്. ഒരു പദാർത്ഥത്തിൽ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ എന്തു പറയുന്നു? ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. ഒരു പദാർത്ഥത്തിൽ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ ശുദ്ധ പദാർത്ഥം എന്നാണ് അതിനെ പറയാം. ഒരു പദാർത്ഥത്തിൽ
ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നു. ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണങ്ങളാണ് കറിയുപ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അപ്പക്കാരം, ഓക്സിജൻ, അലൂമിനിയം, ഗ്ലിസറിൻ, കോപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയുന്നു. മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ് സോഡാവെള്ളം, പഞ്ചസാര ലായനി, വായു തുടങ്ങിയവ. വായുവിലൊക്കെ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ഒരു മിശ്രിതത്തിന്റെ ഒരു മിശ്രിതത്തില് എല്ലാ ഭാഗവും തന്നെ ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതം എന്നാണ് പറയാം. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെയാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ് വായു, വിനാഗിരി, സോഡ എന്നിവ. ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ് പിസ, സാലഡ് ഒക്കെ. എല്ലാ ലായനികളും എങ്ങനെയുള്ള മിശ്രിതങ്ങളാണ്? ഏകാത്മക മിശ്രിതമാണ്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ് എന്നുള്ളത് അവിടെ ഓർത്തു വെക്കുക. സോഡാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും. PSC ഒരു മാർക്ക് ചോദ്യമാണ്. സോഡാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. ഒരു മിശ്രിതമുണ്ട്, അതിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയെ നമ്മൾ തെളിയൂറ്റൽ എന്നാണ് പറയുക. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്നതിന് നമ്മൾ തെളിയൂറ്റൽ എന്നാണ് പറയുക. പിന്നെ ബ്രാസ് എന്തിന്റെയൊക്കെ മിശ്രിത? ബ്രാസ് അല്ലെങ്കിൽ പിച്ചള സിങ്കിന്റെയും കോപ്പറിന്റെയും മിശ്രിതമാണ്. PSC ഒരു മാർക്ക് ചോദ്യമാണ്. ബ്രാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ് എന്ന് ചോദിച്ചിട്ട് വിവിധ ഓപ്ഷൻസുകൾ കൊടുക്കാം. അപ്പൊ സിങ്കിന്റെ മിശ്രിതമാണ് എന്ന് നിങ്ങൾ അവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി അരിക്കലാണ്. അരിപ്പ ഉപയോഗിച്ച് അരിക്കുകയാണ് ചെയ്യുക. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി അരിക്കലാണ്. കടൽ ജലത്തിൽ അടങ്ങിയ ലവണമേത് എന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ് ആണ്. കടൽ ജലത്തിൽ അടങ്ങിയിട്ടുള്ള ലവണമേത് എന്ന് ചോദിച്ചാൽ അത് സോഡിയം ക്ലോറൈഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ബാഷ്പീകരണം. ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ഏതാണ്? ബാഷ്പീകരണമാണ്. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ബാഷ്പീകരണം. ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് പിച്ചള. ഒരു ഖരവസ്തു കോപ്പറും സിങ്കും ആണ് നമ്മൾ പറഞ്ഞു ബ്രാസ് എന്നുള്ളത് അല്ലെങ്കിൽ പിച്ചള എന്നുള്ളത്. അപ്പൊ ഒരു ഖരവസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ പിച്ചള എന്നുള്ളത് ഓർത്തിരിക്കുക. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നിലനിൽക്കുന്നതിനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്തു കാണുന്ന ആവരണമാണ് ബാഹ്യാസ്ഥികൂടം. നമ്മൾ ബാഹ്യമെന്നും പറയാറുണ്ട്, അന്തരം അകത്ത് എന്നുള്ളതിനും പറയാറുണ്ട്. അപ്പോ പുറത്ത് കാണുന്നത് എന്താണ്? ബാഹ്യമാണ്. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നിലനിൽക്കുന്നതിനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്ത് കാണുന്ന ആവരണമാണ് ബാഹ്യാസ്ഥികൂടം എന്നുള്ളത് അവിടെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക. ബാഹ്യാസ്ഥികൂടത്തിന്റെ അവശേഷിപ്പുകളാണ് മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകള്, പക്ഷികളുടെ തൂവലുകള്, ജന്തുക്കളിലെ രോമങ്ങള്, കൊമ്പുകള്, നഖങ്ങള്, കുളമ്പുകള് മുതലായവ. കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവിക്ക് ഉദാഹരണമാണ് പഴുതാര. പഴുതാരയ്ക്ക് എന്താണ്? കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. കട്ടിയുള്ള പുറന്തോടുള്ള ജീവിക്ക് ഉദാഹരണമാണ് വണ്ട്, ഞണ്ട്, ചിപ്പികൾ തുടങ്ങിയവ. നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം.
വംശനാശ ഭീഷണി നേരിടുന്ന ജീവിക്ക് ഉദാഹരണമാണ്, ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ, നക്ഷത്ര ആമ. ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം അറിയപ്പെടുന്നത് ആന്തരാസ്ഥികൂടം. മനുഷ്യനൊക്കെ ആന്തരാസ്ഥികൂടമാണുള്ളത് കൂടുതലായിട്ടും. ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികൂടമാണ് ആന്തരാസ്ഥികൂടം. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. ഇവ അറിയപ്പെടുന്നത് എന്താണ്? ആന്തരാസ്ഥികൂടം എന്നാണ്. ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവുമുള്ള ജീവികൾക്ക് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചീങ്കണ്ണിക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. മുതലയ്ക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ആമയ്ക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ആന്തരാസ്ഥികൂടമുള്ള മറ്റ് ജീവികളാണ് പശു, അതേപോലെ ഗോട്ട്, ആട്. അസ്ഥികളുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, അസ്ഥികളാണ് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത്. അസ്ഥികള് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അസ്ഥികള് ചലനത്തിന് സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തിന് ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടിയെല്ല്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. PSC 1 മാർക്ക് ചോദ്യം. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി മറ്റേ മാൻഡിബിൾ മാക്സില്ല എന്നും ചോദിക്കാം. അങ്ങനെയാണ് മാക്സില്ലയാണ്, കീഴ്ത്താടി എല്ലാണ് വരിക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. PSC 1 മാർക്ക് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ്. PSC 1 മാർക്ക് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. ശരീരത്തെ നേരെ നിർത്തുന്ന അസ്ഥി നട്ടെല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്ന അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ നട്ടെല്ലാണ്. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം എത്ര എല്ലുകൾ ഉണ്ടാവും? 300. PSC 1 മാർക്ക് ചോദ്യമാണ്. ജനിക്കുന്ന സമയത്ത് ഏകദേശം എത്ര എല്ലുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ 300 എല്ലുകളാണ് ഉണ്ടാവുക. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര എല്ലുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 206 എല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവും. തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ചെവിയിലും മൂക്കിലുമാണ് നമുക്ക് തരുണാസ്ഥികൾ കാണാൻ കഴിയുക. തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ചെവിയിലും മൂക്കിലുമാണ്. ചെവിയിലും മൂക്കിലും. ഇനി മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം. തലയോടിൽ 22 അസ്ഥികളുണ്ട്. വാരിയെല്ലിൽ 24 അസ്ഥികളുണ്ട്. ഓരോ കാലിലും 30 ഉണ്ട്. അരക്കെട്ടിൽ 2 എണ്ണമുണ്ട്. നട്ടെല്ലിൽ 33 എണ്ണമുണ്ട്. ഓരോ കൈയിലും 32 എണ്ണമുണ്ട്. മാറലില് 1 എന്നുകൂടി അവിടെ ഓർത്തിരിക്കുക. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിന്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ജോയിന്റിൽ വേദന എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ. അസ്ഥികൾക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് സ്ഥാനഭ്രംശം എന്നാണ്. അസ്ഥികൾക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റം നമ്മൾ അറിയപ്പെടുന്നത് സ്ഥാനഭ്രംശം എന്നാണ്. ശക്തമായ ആഘാതമേൽക്കുമ്പോൾ അസ്ഥികൾ ഒടിയാറുണ്ട്. ഇതിനെ അസ്ഥിഭംഗം എന്ന് പറയുന്നു. ശക്തമായ ആഘാതമേൽക്കുമ്പോൾ അസ്ഥികൾ ഒടിഞ്ഞു പോവാറുണ്ട്. ഇതിനെ നമ്മൾ പറയുക അസ്ഥിഭംഗം എന്നാണ്. ശക്തമായ ആഘാതമേൽക്കുമ്പോൾ അസ്ഥികൾ ഒടിയാറുണ്ട്. ഇതിനെ അസ്ഥിഭംഗം എന്നാണ് പറയുക. ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ മരമോ ലോഹമോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപകലുകയാണ് സ്പ്ലിന്റ്. ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ വേണ്ടി മരം ഉപയോഗിച്ചോ ലോഹം ഉപയോഗിച്ചോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽസ്യം ഫോസ്ഫേറ്റ് കുറഞ്ഞാൽ അസ്ഥികളുടെ കാഠിന്യവും കുറയും. ഇനി PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ടേബിൾ ആണ്. ആ ടേബിൾ അത്രയും ഇമ്പോർട്ടന്റ് കൊടുത്തത് കൊണ്ടാണ് SCERT അതേപോലെ അത് എടുത്തിട്ടുള്ളത്.
ആദ്യത്തെ ഗോളരസന്ധിയാണ്. ഗോളരസന്ധി എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തോളെല്ല് സന്ധിയിലും ഇടുപ്പെല്ല് സന്ധിയിലുമാണ് ഗോളരസന്ധി ഉണ്ടാവുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഗോളരസന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴയിൽ തിരിയുന്നു. അപ്പോൾ 360 ഡിഗ്രിയിലും ഇതിന് തിരിയാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളത് ഗോളരസന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട്. കൈമുട്ടിലും കാൽമുട്ടിലുമാണ് വിജാഗിരി സന്ധി ഉള്ളത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. അടുത്തത് കീലസന്ധിയാണ്. കീലസന്ധി കഴുത്തിലാണ് കാണപ്പെടുക. അത് തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്നുള്ളതാണ് കീലസന്ധിയുടെ പ്രത്യേകത. ഇത് മൂന്നും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കുമ്പളങ്ങ, പേരക്ക, പടവലങ്ങ, ചാമ്പയ്ക്ക, പാൽ തുടങ്ങിയവ. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കുമ്പളങ്ങ, പേരക്ക, പടവലങ്ങ, ചാമ്പയ്ക്ക, പാല് തുടങ്ങിയവ. പിന്നെ അതിന്റെ കൂടെ ചെറു മത്സ്യങ്ങളിലും എന്തുണ്ട്? കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രായമായവരിൽ അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്തു പോകുന്നത് കൊണ്ടാണ്